ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമല്ലാത്ത ആരുമില്ല. മെജോറിറ്റി ആൾക്കാർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പല പല സാഹചര്യങ്ങൾ കാരണം പലർക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിലെ ഏറ്റവും ഒരു വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്കും ഒരുപാട് യാത്ര ചെയ്യണമെന്നുള്ള പല പല ആഗ്രഹങ്ങളാണ്. പല സാഹചര്യങ്ങൾ കാരണം പല യാത്രകളും മുടങ്ങിപ്പോയിട്ടുണ്ട്, നടക്കാതെ വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചാലും ചില യാത്രകൾ എന്നും നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും. എന്നാലും ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു പരിധിവരെ എല്ലാം നടക്കും, എന്നാൽ നടക്കാതെ പോകുന്ന ഒരുപാട് യാത്രകളുമുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഏറ്റവും താല്പര്യം ബൈക്കിൽ യാത്ര പോകാനാണ്. ഒരേപോലത്തെ മൈൻഡ് സെറ്റുള്ള ഒരുപാട് പേരുണ്ടാവും. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് പറയുവാണെങ്കിൽ, എനിക്ക് വലിയ സ്പീഡിൽ പ്രൊജക്റ്റിട്ടോ റേസ് ചെയ്ത് പോകാനോ അതിനോടൊന്നും എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല. എനിക്ക് നല്ല കാമായിട്ട് നേച്ചർ ഫ്രണ്ട്ലി എൻജോയ് ചെയ്ത് ആ ഒരു ഫീലിൽ ബൈക്ക് ഓടിച്ച് പോകാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. പലപ്പോഴും നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ബൈക്ക് എടുത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോകാം. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പലപ്പോഴും അതൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ സാധിച്ച സമയങ്ങളും ഉണ്ട്. ഇടയ്ക്ക് ബൈക്ക് എടുത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് ബുദ്ധിമുട്ടായിട്ട് ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് ബൈക്ക് എടുത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത ഒരു ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഫാമിലിയിലല്ലെങ്കിൽ കുടുംബത്തല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാരെപ്പോഴും നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബൈക്കിൽ പോകണ്ട, റിസ്ക് ആണ്, അത്രയും ലോങ് എന്തിനാണ് ബൈക്കിൽ പോകുന്നത്, അങ്ങനെയൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ നമ്മളോട് ചിലപ്പോൾ പറയും, എന്തിനാ അത്രയും ലോങ് ബൈക്ക് ഓടിച്ച് പോകുന്നത്, നിനക്ക് ബസ്സിൽ പോയിക്കൂടെ, അല്ലെങ്കിൽ എന്തിനാ ഇപ്പം അങ്ങനെ പോകുന്നതെന്നൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവരെ വിഷമിപ്പിച്ചിട്ടാണെങ്കിലും അങ്ങനെ പല പ്രാവശ്യം പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ബൈക്കിൽ ഞാൻ യാത്ര ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരോട് പലരോടും തന്നെ എനിക്ക് അവർ പറയുന്നത് കേൾക്കാണ്ട് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ ഇപ്പോഴത്തെ ഇതുപോലെ ലഹരിയുടെ പുറകെയോ അല്ലാതെ മറ്റ് തെറ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അല്ലല്ലോ. യാത്ര ചെയ്യൽ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് അത് ഇല്ലാണ്ട് പറ്റാത്ത ഒരു ഇതാണ്. എന്നെ സംബന്ധിച്ച് യാത്ര ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. അതിപ്പം പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ ബൈക്ക് ആക്സിഡൻറ്റുകൾ ഡെയിലി പത്രത്തിൽ ഓരോന്ന് കാണുന്നുണ്ടല്ലോ. അതൊക്കെ കാണുമ്പോൾ വീട്ടുകാർക്കും ടെൻഷനാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡിസിപ്ലിൻ പാലിച്ച് വേണം വണ്ടി ഓടിക്കാൻ. എപ്പോഴും ബൈക്കുമായിട്ട് റോട്ടിലിറങ്ങുമ്പോൾ റോഡ് നമ്മുടെ ആരുടെയും വകയല്ല എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ രാത്രി ഒരു RR 310 സ്പ്ലെൻഡറും കൂടി ഇടിച്ചിട്ട് 2 പേര് സ്പോട്ടിൽ മരിച്ചു. ആ സ്പ്ലെൻഡർ ഓടിച്ച പിള്ളേരാണ് മരിച്ചത്. ഈ RR 310 പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടേനെ. പോയപ്പോൾ അവരുടെ വീട്ടുകാർക്കാണ് പോയത്, നഷ്ടം അവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബൈക്ക് ഓടിക്കുന്നവർ എപ്പോഴും വളരെ ശ്രദ്ധയോടെ തന്നെ ഓടിച്ച് മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കാതെ നമ്മൾ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ബൈക്ക് എന്ന് പറഞ്ഞാൽ ഡോമിനാർ 400 ആണ്, ഒരു BS4 വെർഷനാണ്. ഡോമിനാറിനെ പറ്റി പറയുവാണെങ്കിൽ ഡോമിനാർ ഒരു ടൂറിങ് ബൈക്കാണ്. അതുപോലെ തന്നെ CC കൂടിയ ബൈക്കാണെന്ന് വിചാരിച്ച് സ്പീഡിൽ പോകാനുള്ള ഇതാണെന്ന് ആരും കരുതേണ്ട ആവശ്യമില്ല. CC കൂടുന്നതോറും വണ്ടിയുടെ ആ ഒരു കംഫർട്ട്, നമുക്ക് ആ റിലയബിലിറ്റിയും വണ്ടിക്ക് കൂടും, എൻജിൻ റിഫൈൻമെൻറ്റ് കൂടും. അതുപോലെ തന്നെ ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോകാൻ സുഖമായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ CC കൂടിയ വണ്ടി നമ്മൾ നോക്കുന്നത്. ഈ ബൈക്ക് ഇപ്പം ഞാനൊരു 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് എന്തായാലും പറ്റില്ല. ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പാഷൻ പ്രോ ആണ്. ഞാൻ ഡെയിലി യൂസിന് പാഷൻ പ്രോ ആണ് ഉപയോഗിക്കുന്നത്. ഡോമിനാർ എവിടെയെങ്കിലും യാത്ര പോകാനായിട്ട് എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ സ്പൈഡർമാൻ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ ശക്തി കൂടുമ്പം അതിനനുസരിച്ച് ഉത്തരവാദിത്വം കൂടും എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളിപ്പം അത്യാവശ്യം പവറുള്ള ഒരു വണ്ടി എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശ്രദ്ധയും കൂടണം.
വണ്ടി ഓടിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ പക്വത ഉണ്ടാവണം. പിന്നെ ചിലവരൊക്കെ റോട്ടിൽ കിടന്ന് ബൈക്കിട്ട് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും പൊളിയും. കാരണം എന്തോ റോഡ് അവരുടെ ഫാദേഴ്സ് അസറ്റ് ആണെന്നുള്ള നിലയിലാണ് ഓരോരുത്തർ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്നത്. അങ്ങനത്തെ ഉള്ള സ്കീമിലൊക്കെ അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ട്രാക്ക് തിരഞ്ഞെടുക്കണം. ട്രാക്കിൽ അതേ സേഫ്റ്റി ഗിയർ ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്യണം. റോഡെന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അതിൽ ചിലപ്പോൾ കാൽനട യാത്രക്കാരുണ്ടാവും, അല്ലാതെ മറ്റു യാത്രക്കാരുണ്ടാവും. അപ്പം വെറുതെ ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തൻ്റെ നെഞ്ചത്തോട്ടായിരിക്കും പോയി കയറുന്നത്. ചിലപ്പോൾ നടന്നു പോകുന്ന ഒരുത്തനായിരിക്കും. അപ്പം ആർക്കെപ്പോൾ ആക്സിഡൻറ്റ് പറ്റാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം പരമാവധി നമ്മൾ അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ കാണിക്കാനാണെങ്കിൽ ട്രാക്ക് തിരഞ്ഞെടുക്കണം. റോഡ് എപ്പോഴും മാന്യമായിട്ട് വണ്ടി ഓടിച്ച് പോകാനുള്ളതായിട്ട് മാത്രം എടുക്കണം. അപ്പോൾ ഇനി ബൈക്കെന്നല്ല, ഏത് വണ്ടിയായിട്ട് നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയാലും മറ്റുള്ളവരെ കൂടി പരിഗണിച്ച് നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക.